ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ ആഫ്റ്റർനൂൺ. ലഞ്ചിന് ഇന്ന് ചോറും രസവും അവിയലും ചിക്കൻ വറുത്തതും ഒക്കെയാണ് കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന വെട്ടുമലക്കറിയുടെ അകത്തുനിന്ന് സാമ്പാറിനുള്ളത് മാറ്റിയിട്ട് നേർപകുതിയാക്കി അവിയലിനായിട്ട് മുറിച്ചെടുത്തു. അവിയലിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി കേരളത്തിനാണ്. ഏതാണ്ട് 13 തരം പച്ചക്കറികളും തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്താണ് ട്രഡീഷണലായിട്ട് അവിയലുണ്ടാക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വെട്ടുമലക്കറിയുടെ കൂട്ടത്തിൽ എത്ര തരം പച്ചക്കറികൾ ഉണ്ടാവുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവിയലിനെ കളർഫുള്ളാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇറങ്ങി ഈ 4-5 കൂട്ടം പച്ചക്കറികളുടെ പേര് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെയാണ് ഈ 13 തരം പച്ചക്കറികളുടെ പേര് പറയാൻ പോണത്. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത പച്ചക്കറികളിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവാനായിട്ട് ഒരു ചെറിയ കറിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. രസത്തിനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ അല്പം പുളിയും ഇത്തിരി ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു വെച്ചു. 6-7 ചുവന്നുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. രസവും മോരും ഒക്കെ ഞാനൊരു ചെറിയ കലത്തിലാണ് വെക്കുന്നത്, ഒരു മൺകലത്തിൽ. കുക്കറിലായതുകൊണ്ട് ഒരു 3/4 മണിക്കൂറിനകത്ത് ചോറ് വെന്ത് കിട്ടും. കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് ചിക്കൻ പൊരിക്കാനുള്ള പാനും അപ്പുറത്തായിട്ട് രസം വെക്കാനുള്ള കലവും വെച്ചു. ചിക്കൻ വറുത്തെടുക്കാനും രസത്തിനുമെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. രസത്തിനായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഇത്തിരി ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അല്പം ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരക്കാറ്റ് വന്ന് കറണ്ടിനെ അങ്ങ് കൊണ്ടുപോയി. പിന്നെ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും തൈരും ജീരകവും മഞ്ഞപ്പൊടിയും ചേർത്ത് ചോപ്പറിൽ അരച്ചെടുത്തു. അവിയലിനായതുകൊണ്ട് തന്നെ തേങ്ങ അത്രയ്ക്ക് അങ്ങോട്ട് അരയണ്ടല്ലോ. ചതച്ചെടുത്ത തേങ്ങ വെന്ത പച്ചക്കറിക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മേലെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അവിയൽ ഞാൻ പൊതുവേ താളിക്കാറില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അല്പം കറിവേപ്പില ഒന്ന് മീതെ തൂവി കൊടുക്കും. ഇനി കുറച്ച് തക്കാളി രസത്തിനായിട്ട് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വെന്ത് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ചധികം രസം പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിള വരുന്നതിന് മുമ്പായിട്ട് മല്ലിയിലയും കായവും ഇടാം. തിളച്ച് കഴിഞ്ഞാൽ രസത്തിൻ്റെ രുചി കുറയും. അവിയലും രസവും റെഡിയായി കഴിഞ്ഞപ്പോഴേക്ക് ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു ഗ്യാപ്പിനാണ് ഞാൻ അരി അടച്ചിട്ടത്. ഊണൊക്കെ റെഡിയായി. അകത്തിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചോറിങ്ങ് അകത്തെടുത്ത് കഴിഞ്ഞ് 2 പേർക്കുമുള്ള ചോറിട്ട് ഞങ്ങൾ വെളിയിൽ പോയിരുന്നിട്ടാണ് ചോറ് കഴിച്ചത്. ഇവിടെ പിന്നെ ഫാൻ്റെ ആവശ്യമൊന്നുമില്ല. ലോങ് വീഡിയോസൊക്കെ നെറ്റ് ഹൗസ് എന്ന ചാനലിലുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.